ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മഹാസഖ്യത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ ആർജെഡി കോൺഗ്രസ് ഭരണം ജംഗിൾ രാജായിരുന്നു. ആർജെഡിയുടെയും കോൺഗ്രസിന്റെയും ദുഷ്പ്രവൃത്തികൾ കാരണം ലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിൽരഹിതരായി. ദരിദ്രരുടെ അവകാശങ്ങളെയാണ് ആർജെഡി കൊള്ളയടിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസും ആർജെഡിയും ഛാട്ട് പൂജയെ അപമാനിച്ചെന്നും മോദി പ്രതികരിച്ചു. आरजेडी कांग्रेस कभी भी बिहार को विकसित नहीं बना सकते। इन पार्टियों ने बरसों तक बिहार पर एक छत्र राज किया, लेकिन इन्होंने आपको सिर्फ विश्वासघात दिया है। आरजेडी और कांग्रेस वालों की पहचान 5 चीजों से है। अगर मेरी बात सच लगे तो मुझे आपका अनुमोदन चाहिए, मुझे आपका साथ चाहिए. ആദിൽ പാലയുടെ വിവരങ്ങളുമായി. അതിൽ ഇപ്പോൾ ഛഠ് പൂജയാണ് ഇപ്പോൾ വിഷയം. അതിന്മേലാണോ ഇപ്പോൾ മോദിയുടെ പ്രധാന ആരോപണവും പ്രതികരണവും വരുന്നത്? ഉറപ്പായും രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ബീഹാറിലെ ഇന്നത്തെ റാലിയിലെ പ്രധാന പ്രസംഗം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. യമുന നദിയുമായോ ഛഠ് പൂജയുമായോ ഒരു ബന്ധവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കില്ല. മറിച്ച് അദ്ദേഹം അഭിനയിക്കുകയാണ്, നാടകം കളിക്കുകയാണ് എന്നുള്ളതായിരുന്നു ആരോപണം. യമുനാ നദിയിൽ ഭക്തർ പൂജ നടത്തുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുകയാണ് മോദി ചെയ്തത് എന്ന വിമർശനം കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് ഛഠ് പൂജയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഇതിന് ബീഹാർ ജനത ശക്തമായ മറുപടി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും നൽകും എന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും അവസരങ്ങൾ ഉറപ്പാക്കും. ബീഹാറിലെ യുവക്കൾക്ക് ജോലി തേടി പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇനി ഉണ്ടാകില്ല എന്നുകൂടി പ്രധാനമന്ത്രി പറയുകയാണ്. പ്രധാനമന്ത്രി ഇന്ന് 2 റാലികളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, രാഹുൽ ഗാന്ധിയുണ്ട്, അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളെല്ലാം ഇന്നിപ്പോൾ ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണ റാലികളിൽ പങ്കെടുക്കുകയാണ്. ശരി, അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.